ആര് എന്തൊക്കെ പറഞ്ഞാലും താൻ പുരുഷന്മാർക്കൊപ്പം ഉണ്ടാകുമെന്നും പുരുഷന്മാർക്ക് നീതി കിട്ടുന്നതായി തോന്നിയിട്ടില്ല എന്നും നടി പ്രിയങ്ക അനൂപ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. മെൻസ് കമ്മീഷൻ വരികയെന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഭാഗ്യമാണെന്ന് പ്രിയങ്ക പറഞ്ഞു. പുരുഷന്മാരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചാൽ തെളിയുന്നത് വരെ 6 മാസക്കാലം അവർ അനുഭവിക്കുന്ന വേദന ചെറുതല്ല എന്നും നടി വ്യക്തമാക്കി. സ്ത്രീകളോട് വിരോധമുള്ള ആളൊന്നുമല്ല ഞാൻ, പക്ഷേ പുരുഷന്മാർക്കൊപ്പം നിൽക്കുന്ന ആളാണ്. ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് നീതി കിട്ടുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ് പുരുഷന്മാരെ അടിച്ചേൽപ്പിക്കുന്നതാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ ഏൽപ്പിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു അസോസിയേഷൻ വരുന്നത് വളരെ നല്ല കാര്യമാണ്. ശരിക്കും അത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഞാനും ഒരു സ്ത്രീയാണ്, അമ്മയാണ്. പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ പുരുഷന്മാരുടെ ഭാഗത്ത് ഒരുപാട് ന്യായമുണ്ട്. അതിനുവേണ്ടി ഒരു നിയമം കൊണ്ടുവരാനോ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് പ്രതിരോധിക്കാനോ കഴിയുന്നില്ല. ഒരു ഹോട്ടൽ റൂമിൽ ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടത്തോടെ വന്നാൽ തന്നെയും പുറത്തിറങ്ങി അവർ പറയുന്നത് എന്താണ്? ആ 6 മാസക്കാലം പുരുഷന്മാർ അനുഭവിക്കുന്ന വേദന അത് എന്താണെന്ന് എനിക്കറിയാം. ആ പുരുഷന്റെ ഭാര്യ, അമ്മ എന്നൊക്കെ പറയുന്നതും സ്ത്രീകൾ തന്നെയാണ്. അവർ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടാകും? അവരുടെ ന്യായം തെളിയുന്നത് വരെ അവർ ഇത് അനുഭവിക്കുകയല്ലേ? ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഒരു ഹോട്ടൽ മുറിയിൽ ചെന്നാൽ അതിന്റെ ഉത്തരവാദിത്തം ആ സ്ത്രീയാണ്. അവർ ആണ് അത് ഏറ്റെടുക്കേണ്ടത്. ഒരു പ്രശ്നമുണ്ടായാൽ പുരുഷന്മാരുടെ മുഖം മാത്രം കാണിക്കും, ആ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കും. എന്തുകൊണ്ടാണ് ആ സ്ത്രീയുടെ മുഖം മാത്രം പുറത്തു കാണിക്കാത്തത്? ഏറ്റവും ഒടുവിൽ ഒരു ലേഡി ഇപ്പോൾ ജയിൽ മോചിതയായി. ആൾ നല്ല രീതിയിൽ നടന്നു എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ അവർ മുൻപേ ചെയ്തിരുന്നു എങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ സംസാരിക്കില്ല. അവർ അങ്ങനെ ചെയ്യരുത് എന്നേ ഞാൻ പറയൂ. സ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും ശിക്ഷ അനുഭവിക്കണം. 20 വർഷക്കാലം ഒരു കേസ് നടത്തി വിജയിച്ച ആളാണ് ഞാൻ. എന്റെ നല്ല സമയം ഞാൻ ആ കേസിന്റെ പിന്നാലെയായിരുന്നു. ഞാനും എന്റെ കുടുംബവും എത്രത്തോളം സഹിച്ചു, എത്രത്തോളം ആ കേസ് ഞങ്ങളെ ബാധിച്ചു എന്നറിയാമോ? അത് അത്ര കാലം കൊണ്ടുപോകാതെ പുരുഷന്മാർ മുന്നോട്ട് വരണം. ഞാൻ എപ്പോഴും പുരുഷന്മാർക്ക് എന്നേക്കാൾ ഒരു പിടി മുകളിലാണ് സ്ഥാനം കൊടുക്കുന്നത് എന്നും അവർ വ്യക്തമാക്കി.